വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. അഖില മിസ് ആണ്. സോ എല്ലാവരും ആനുവൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസിലായിരിക്കും അല്ലെ. ചാപ്റ്റേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്നാൽ ഇനിയുള്ള ടൈം എന്ന് പറയുന്നത് റിവിഷന്റെതാണ്. റിവിഷൻ എന്ന് പറയുന്ന സമയത്ത് കോൺസെപ്റ്റ് മാത്രം പോരാ, മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിൽ മിസ് വന്നിട്ടുള്ളത് നമ്മുടെ സ്ട്രക്ചർ ഓഫ് ദ ആറ്റം, വെരി ഇമ്പോർട്ടന്റ് ചാപ്റ്റർ അല്ലെ. കെമിസ്ട്രിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിന്റെ അകത്തുള്ള വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് യെസ്, പേര് പോലെ തന്നെ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് അറിയാം ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താന്നുള്ളത്. അടുത്ത വർഷം ബോർഡ് എക്സാം ഒക്കെ എഴുതാൻ പോകുന്ന ആളുകളാണ് അല്ലെ. ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സോഴ്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമ്പൽസറി ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത ഈ പേര് പോലെ തന്നെ നിങ്ങൾക്ക് ഒരു കേസ് അല്ലെങ്കിൽ ഒരു സോഴ്സ് തന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അതാണ് കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ അല്ലെ. കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് തന്നിട്ടുള്ള കേസ് അല്ലെങ്കിൽ യെസ് നമ്മുടെ സോഴ്സ് എന്താന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നിട്ട് വേണം അതിന്റെ ഫോളോയിങ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യാനായിട്ട്. അപ്പൊ ഈ കേസ് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഈസി ആണ്. അത് മാത്രമല്ല, ചിലപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലെ. ഇത് കഴിഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻസിൽ ചിലപ്പം ഒരു ക്വസ്റ്റ്യന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് ചിലപ്പോൾ എന്തിൽ നിന്ന് കിട്ടും, യെസ് ഈ ഒരു കേസിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ ആദ്യത്തെ നമ്മുടെ ഒരു എയിം അല്ലെങ്കിൽ ആദ്യത്തെ നമ്മളുടെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഈ കേസ് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് ഇതാണ്. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഓഫ് an atom which determines its atomic number. For hydrogen, Z is equal to 1 because in hydrogen only one proton is present in the nucleus. കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെ. Therefore, the atomic number is defined as the total number of protons present in the nucleus of an atom. The mass number is the sum of total number of protons and neutrons present in the nucleus. കൃത്യമായിട്ട് എന്താണ് അറ്റോമിക് നമ്പർ, എന്താണ് മാസ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇനി നമുക്ക് എന്തുണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അവിടെ പറയാണ്, the diagram given below shows an atom of element Y. Y എന്ന് പറയുന്ന ഒരു എലമെന്റ്, അതിന്റെ ആറ്റത്തിന്റെ സ്ട്രക്ചർ ആണ് ദാ ഇവിടെ പിക്ചറിൽ തന്നിരിക്കുന്നത്. ആ പിക്ചർ നമ്മൾ അനലൈസ് ചെയ്യണം. അപ്പൊ ഈ തന്നിട്ടുള്ള കേസിൽ നിന്ന് എന്താണ് അറ്റോമിക് നമ്പർ, എന്താണ് മാസ് നമ്പർ എന്ന് നമുക്കറിയാം. ന്യൂക്ലിയസിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് നമുക്കറിയാം. ഇതിനകത്ത് നിന്ന് എങ്ങനെയാണ് ഇവരൊക്കെ ഐഡന്റിഫൈ ചെയ്യാന്ന് നമുക്കറിയാം. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ദ ന്യൂക്ലിയോൺ നമ്പർ ഓഫ് Y. ഓക്കെ, ന്യൂക്ലിയോൺ നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ന്യൂക്ലിയോൺ നമ്പർ എന്ന് പറയുന്നത്? നമുക്കറിയാം ഒരു ആറ്റത്തിന്റെ സെന്റർ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ് അല്ലെ. ന്യൂക്ലിയസിന്റെ അകത്ത് ആരൊക്കെ ഉണ്ട്? ന്യൂക്ലിയസിന്റെ അകത്ത് നമ്മളുടെ പ്രോട്ടോണും ഉണ്ട്, നമ്മളുടെ ന്യൂട്രോണും ഉണ്ട്. അപ്പൊ ഈ പ്രോട്ടോണും ന്യൂട്രോണും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് യെസ് ന്യൂക്ലിയസിന്റെ അകത്തുള്ള മൊത്തം ആൾക്കാരെ നമുക്ക് കിട്ടുന്നത്. ഇവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ന്യൂക്ലിയോൺസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇവരെയാണ് നമ്മൾ ന്യൂക്ലിയോൺസ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്. ഓക്കെ, അവിടെ നമുക്ക് എന്ത് ചെയ്യാം, യെസ് തിക്നെസ് കുറച്ചിട്ട് എഴുതാം. ഓക്കെ, അപ്പൊ ന്യൂക്ലിയോൺസ് എന്നാണ് ഇവരെ നമ്മൾ എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്. അപ്പൊ പ്രോട്ടോണും ന്യൂട്രോണും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, ഈസി ആയിട്ട് നമുക്ക് ന്യൂക്ലിയോൺസ് കിട്ടി. അപ്പൊ ഇവിടെ Y എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ നോക്കിയേ, Y എന്ന് പറയുന്ന ആറ്റം നോക്കിയേ, അതിന്റെ ന്യൂക്ലിയസിന്റെ അകത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ്, 20 പ്രോട്ടോൺസും 20 ന്യൂട്രോൺസും ഉണ്ട്. അപ്പൊ 20 പ്രോട്ടോണും 20 ന്യൂട്രോണും കൂടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. എത്ര കിട്ടും നമുക്ക്, 40. അപ്പൊ ഈ തന്നിരിക്കുന്ന എലമെന്റ് Y എന്ന് പറയുന്ന എലമെന്റിന്റെ ന്യൂക്ലിയോൺ നമ്പർ എന്ന് പറയുന്നത് 40 ആണ്. അപ്പൊ ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്രോട്ടോണും ന്യൂട്രോണും കൂടെ നമ്മൾ ആഡ് ചെയ്താൽ മതി അല്ലെ. കാരണം ഇവര് രണ്ടുപേരുമാണ് ന്യൂക്ലിയസിന്റെ അകത്തുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ആൻസർ കിട്ടി. നെക്സ്റ്റ് എന്താണ്, ഗിവ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് Y. Yയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസിന്റെ നമ്പർ കിട്ടണം. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ്. പ്രോട്ടോൺസ് ഇതാ ഇവിടെ നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും, സെന്ററിൽ ഉണ്ട് അല്ലെ, 20 പ്രോട്ടോൺ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സോ പ്രോട്ടോൺസ് 20 ആണെങ്കിൽ 20 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അതിനകത്തുനിന്ന് എഴുതാം. ഇനി അതല്ലെങ്കിൽ, അത് ബുദ്ധിമുട്ടാണെങ്കിൽ മറ്റൊരു ഓപ്ഷൻ കൂടെ നമുക്ക് ഇവിടെ ഉണ്ട്. ഇവിടെ ഇതാ കൃത്യമായിട്ട് സ്ട്രക്ചർ തന്നിട്ടുണ്ട് അല്ലെ. ഓരോ ഷെല്ലുകൾ നമുക്കറിയാം, നമ്മൾ ഓരോ ഇലക്ട്രോൺ ആയിട്ട് എണ്ണി നോക്കിയാൽ പോരെ. ഇവിടെ ഇതാ ന്യൂക്ലിയസിന്റെ തൊട്ടപ്പുറത്ത് കെ ഷെല്ലാണ്. കെ ഷെല്ലിൽ നോക്കിയാൽ നിങ്ങൾ 2 ഇലക്ട്രോൺസ് ഉണ്ട്, എണ്ണിയാൽ കിട്ടും അല്ലെ. തൊട്ടടുത്ത് L ഉണ്ട്, എണ്ണിയാൽ കിട്ടും, 8 ഇലക്ട്രോൺസ് ആർ ദർ. അത് കഴിഞ്ഞിട്ട് M ഷെൽ ഇരിപ്പുണ്ട്, അവിടെയും 8 ഇലക്ട്രോൺസ്. അതും കഴിഞ്ഞിട്ട് നമ്മളുടെ N ഷെൽ ഇരിപ്പുണ്ട്. അപ്പൊ ലാസ്റ്റ് ഷെല്ലിൽ ഇവിടെ നോക്കുന്ന സമയത്ത് 2 ഇലക്ട്രോൺ നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന 2, 8,
2882 എന്ന് പറയുന്നതാണ് ഇതിന്റെ കോൺഫിഗറേഷൻ അല്ലേ. അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കുകയും ചെയ്യാം. അതുകൊണ്ട് കൂടിയാണ് ഈ പിക്ചർ അവിടെ തന്നിട്ടുള്ളത്. കാരണം 20 എന്ന് പറയുന്ന സ്ഥലത്ത് 18 വരെ എഴുതാൻ സുഖമാണ് അല്ലെ. അത് കഴിഞ്ഞ് 19ഉം 20 കൂടെ ചിലപ്പോൾ എക്സാമിന് ചോദിച്ചു കാണാറുണ്ട്. അപ്പൊ നമ്മൾ ഒരിക്കലും ഇത് കഴിഞ്ഞിട്ട് 28 ഇവിടെ പോയിട്ട് 10 എഴുതാൻ പാടില്ല. മിസ് അത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ. അത് അതിന്റെ എനർജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് 1 2 എന്നാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, എഴുതുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോൺഫിഗറേഷൻ വന്നത്. പക്ഷെ അതിനെപ്പറ്റി ഇവിടെ നമ്മൾ അധികം ചിന്തിക്കേണ്ട കാര്യമില്ല അല്ലെ. കാരണം ഡയറക്റ്റ് പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് എണ്ണി എടുത്താൽ മാത്രം മതി. ഓക്കെ, അപ്പൊ 20 വരെയുള്ള എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് മക്കൾ എന്ത് ചെയ്യുക, എഴുതി പഠിക്കുക. 18 മസ്റ്റ് ആണ്, 19ഉം 20 കൂടെ എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ആറ്റം വൈ ലോസസ് electrons to form a positive ion with a noble gas electronic structure. How many electrons did atom Y lose? Okay, atom Y എന്ത് ചെയ്യുന്നു, ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയിട്ട് അല്ലെ, ഇലക്ട്രോൺ ലോസ് സംഭവിച്ചിട്ട് ഒരു പോസിറ്റീവ് അയോൺ ആയിട്ട് മാറുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട്, എപ്പോഴും ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കൊരു പോസിറ്റിവിറ്റി ആണ് അല്ലെ. നമ്മൾ നഷ്ടപ്പെടുക എന്ന് പറയുന്നതിന് പകരം ഡൊണേറ്റ് ചെയ്യാന്ന് ആലോചിക്കുക. നമ്മൾ ഒരാൾക്ക് ഡൊണേറ്റ് ചെയ്യാണ്, ഇലക്ട്രോൺ ഉള്ളതുകൊണ്ടാണല്ലോ കൊടുക്കുന്നുണ്ടാവുക. അപ്പൊ അതൊരു പോസിറ്റിവിറ്റിയാണ്. അപ്പൊ കൊടുത്തിട്ട് അത് പോസിറ്റീവ് അയോൺ ആയിട്ട് മാറുന്നുണ്ട്. എത്ര എണ്ണത്തിനാ കൊടുക്കുന്നതെന്നാ ചോദിച്ചത്. അപ്പൊ നിങ്ങൾ നോക്കുക, ഇവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 2882 ആണ് അല്ലെ. 2882. അപ്പൊ ഔട്ടർ മോസ്റ്റ് ഷെൽ, അതായത് ഏറ്റവും പുറത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ അല്ലേ ഉള്ളത്. നമുക്കറിയാം സ്റ്റെബിലിറ്റി വേണമെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 8 ഇലക്ട്രോൺ അല്ലെങ്കിൽ തൊട്ടടുത്ത നോബൽ ഗ്യാസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലേക്ക് വരണ്ടേ. അപ്പൊ ഇതിന്റെ മുന്നിലുള്ള വഴി എന്ന് പറയുന്നത് ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള 2 ഇലക്ട്രോണിന് എന്ത് ചെയ്യുക എന്നുള്ളതാണ്, ലോസ് ചെയ്യുക അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. ആർക്കെങ്കിലും ഒക്കെ കൊടുത്തു കളഞ്ഞേക്കുക. അതിനെ അങ്ങ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്രയായി, 8 ഇലക്ട്രോൺസേ ഉള്ളൂ. അപ്പൊ അതെന്തായി, സ്റ്റേബിൾ ആയിട്ട് മാറി അല്ലെ. അപ്പൊ എത്ര ഇലക്ട്രോണിനാണ് ഇത് നഷ്ടപ്പെടുത്തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം 2 ഇലക്ട്രോൺ ആണ്. എന്നാൽ മാത്രമേ ഇതിന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആക്കാൻ പറ്റുന്നുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ 6 ഇലക്ട്രോൺ മേടിക്കണം. അത് ഡിഫിക്കൽട്ട് ആണ്. നമ്മൾ എപ്പോഴും പറയല്ലേ, ഏറ്റവും കുറഞ്ഞ നമ്പർ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. നെക്സ്റ്റ് എന്താണ്, റൈറ്റ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദ പോസിറ്റീവ് അയോൺ. ഏത് പോസിറ്റീവ് അയോണിനെ പറ്റി അവിടെ ചോദിച്ചത്, വൈ എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ ആറ്റം അല്ലെ, എലമെന്റ്. അത് 2 ഇലക്ട്രോണിനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അയോൺ ആയിട്ട് മാറും അല്ലെ. ആറ്റത്തിന് ചാർജ് വന്നു, കൊടുത്തപ്പോ ചാർജ് ആയി പോസിറ്റീവ്. വാങ്ങുമായിരുന്നെങ്കിൽ നെഗറ്റീവ് ചാർജ് എന്ന് മിസ് പറഞ്ഞു തന്നില്ലേ. ഒരാളെ നമ്മൾ കടം വാങ്ങിക്കുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് അല്ലേ. അതുപോലെ ഇലക്ട്രോണിനെ വാങ്ങിയ നെഗറ്റീവ് ആണ്, കൊടുത്താൽ പോസിറ്റീവ് ആണ്. ഇവിടെ കൊടുക്കുകയല്ലേ ചെയ്യുന്നത്, ലോസ്, ഇലക്ട്രോൺ ലോസ് എന്ന് പറയുന്ന സമയത്ത് ഇയാൾ ആർക്കോ കൊടുത്ത് നഷ്ടപ്പെടുത്തിയതാണ് അല്ലെ, ഡൊണേറ്റ് ചെയ്തതാണ്. അപ്പൊ അത് പോസിറ്റീവ് ആണ്. സോ പോസിറ്റീവ് ആയിട്ടുള്ള ആളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് അവസാനത്തെ 2 അങ്ങ് തട്ടിയാൽ മതി അല്ലെ. 288 എന്ന് വരും. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഒരു കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. കേസ് ബേസ്ഡ് ക്വസ്റ്റ്യന്റെ പ്രത്യേകത, ഈ തന്നിട്ടുള്ള കേസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് കുറെ ഐഡിയ കിട്ടി. ഈ പറഞ്ഞ ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഒക്കെ ഡയറക്റ്റ് ആയിട്ട് കിട്ടാൻ കാരണം തന്നെ എന്താണ്, ആ കേസ് അവിടെ ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഈ പറഞ്ഞ ന്യൂക്ലിയോൺ എന്ന് പറയുമ്പോൾ ഓർമ്മ വന്നില്ലെങ്കിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ കേസ് തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ തന്നിരിക്കുന്ന സോഴ്സ് അല്ലെങ്കിൽ കേസ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. എന്നിട്ട് സാവധാനം എന്ത് ചെയ്യുക, ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്കിലും ഓരോ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക, അത് എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. അപ്പൊ ഇതിനകത്ത് ഈ ഒരു ക്വസ്റ്റ്യന്റെ അകത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് സ്ട്രക്ചർ തന്നത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ എഴുതുന്ന സമയത്ത് ഒന്നുകൂടെ ഉറപ്പിക്കാനായിട്ട് കൃത്യമായിട്ടൊന്ന് എണ്ണി നോക്കുകയും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കുക. ഇവിടെ മിസ് വേറൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യനിലാണെങ്കിൽ പോലും അതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻ ആറ്റം വിത്ത് 3 protons and 4 neutrons will have a valency of 3714. ഇതിൽ ഏതാണെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, പ്രോട്ടോണിന്റെ നമ്പറും ന്യൂട്രോണിന്റെ നമ്പറും ഉണ്ട്. ആവശ്യമുള്ളത് മാത്രം തെരഞ്ഞെടുത്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക, വാലൻസി അല്ലെ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നു, വാലൻസി കണ്ടുപിടിക്കുന്നു. ആ വാലൻസി എത്രയാന്നുള്ളത് മക്കൾ എന്ത് ചെയ്യണം, ഡെഫിനറ്റ്ലി മറക്കാതെ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.